നീ തീരെ മോശമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം എന്റെ അച്ഛനും അമ്മ ഇവിടെ ഇറങ്ങി പോകാൻ കാരണം നീ അല്ലേടി? പറയുന്ന വർത്താനം കേട്ടോ മനുഷ്യ അങ്ങനത്തെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചു വന്ന പിറ്റേ ദിവസം നല്ല സന്തോഷത്തോടു കൂടി അച്ഛൻ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തു. ആ ചായ കയ്യിലോട്ട് വാങ്ങിച്ചിട്ട് അങ്ങാര് അതി കിടന്ന ടീ ബാഗ് എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയുക, എടി കൂടോത്രം ചെയ്ത് ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്നോണ്ട് അച്ഛനാ നിങ്ങളുടെ അച്ഛൻ. എടി ഞാനൊരു കാര്യം പറയാം, നീ രാവിലെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. തർക്കിച്ചാൽ നമ്മൾ രണ്ടുപേരും ജയിക്കൂല. നിന്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? നിനക്ക് മാനസികമായിട്ട് നീ ഒട്ടും ഓക്കെ അല്ല. അപ്പൊ ഞാനൊരു മാനസിക രോഗിയാണ്. അയ്യോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ രാവിലെ യോഗയൊക്കെ ചെയ്യാൻ പോകുമ്പോ നീ എന്റെ കൂടെ വാ. അപ്പൊ ഞാൻ തടിച്ചിയാണെന്ന്. അങ്ങനെയല്ലെന്ന് എങ്കിൽ നീ വരണ്ട. അപ്പൊ ഞാൻ മടിച്ചിയാണെന്ന്. എടി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ നുണച്ചിയാണെന്ന്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. എടി എന്നാ ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നില്ല. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ പോണമായിരുന്നു. എന്നാ ഞാൻ പൊക്കോളാം. കണ്ടോ, ഒറ്റയ്ക്ക് അവിടെ പോയി കുന്തളിക്കണമായിരുന്നു. അതിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിച്ച മനുഷ്യൻ എനിക്കറിയാം. എന്റെ ദൈവമേ, ഇതിന്റെ വായിരിക്കണ കേൾക്കണ ഒരു കാലം